ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സെറ്റ് ഡിസ്കോ വല എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പുഴയുടെ അപ്പുറ ഭാഗത്ത് നമ്മൾ കരിമീൻ വീശുന്ന സ്ഥലങ്ങളിൽ ആഴക്കുറവുള്ള സ്ഥലങ്ങളിൽ പായൽ കയറി കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് വെള്ളത്തിന് നല്ല ചൂടായതുകൊണ്ടും ഈ പായലിനടിയിൽ മീൻ കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കോ വല, അതായത് പുറം വല 110ഉം അകം വല 60ഉമാണ്. അതുകൊണ്ട് തന്നെ 60ന് കീഴ്പോട്ടുള്ള മീൻ നമുക്ക് കിട്ടില്ല, ചെറിയ മീനുകൾക്ക് ഇറങ്ങി പോവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പോള നമ്മൾ വളച്ചിട്ട് അതിനകത്തെ പോള നമ്മൾ വല സ്വല്പം താത്ത് പിടിച്ചുകൊണ്ട് മേളിൽ കൂടെ പായലങ്ങ് തള്ളി വിട്ടിട്ട് ഒരു വല അതിനകത്തൂടെ റൗണ്ട് ഇട്ട് ഇടിച്ചനക്കി മീനുണ്ടെങ്കിൽ പിടിക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയം നല്ല വെയിലാണ് കേട്ടോ. പേരുണ്ട്, സഹവാലക്കാർ വട്ടത്തള്ളികളാണ്. അപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആരെയാണാവുമെന്ന് ചോദിച്ചത്, കഴിഞ്ഞ ദിവസം കായലിൽ കപ്പ ഇട്ടിരുന്നിട്ട് ചേട്ടന്മാരുടെ കപ്പ 10-20 ചൂടാനാണ് കുറച്ചുകൊണ്ട് പോയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ കിടക്കുന്നതാണ് പായൽ. ഇതിന് ചുറ്റും വല വളച്ചിട്ടാണ് ഈ പായൽ വേണം തള്ളിവിടെ. മീൻ കിട്ടുമായിരിക്കും. നല്ല വെയിലായതുകൊണ്ട് കരിമീനൊക്കെ അടിയിൽ കയറി നിൽക്കാനുള്ള സാധ്യതയുള്ളത് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെയും വളയ്ക്കണം, അല്ല ഇതിലേ കൂടെ വളയ്ക്കണം. അല്ലടാ, ഈ ആമ്പൽ കിടക്കുന്നുണ്ട്. ഇതിന് വെയിറ്റ് വേണ്ട, നല്ല നല്ല അടിപൊളി ഇതാണ് ദൂരെ കൂടെ വിടെ മതി. ഒത്തിരി അവലപ്പുണ്ട്. ആ പോളയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ, പിന്നെ വർത്താനം പറയും. പോട്ടെ. എവിടെയെങ്കിലും താഴാനുണ്ടോ നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കാം. ഞാൻ മടലിൻ്റെ സൈഡ്, ഈ മടൽ, എന്നിട്ട് അപ്പുറത്തെ ആ കർവ് ചേർന്നിടത്തൊക്കെ താഴാനുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന പായൽ തള്ളുക എന്നുള്ളതാണ്. നല്ല പൊരി വെയിലാണ്. എങ്ങനെങ്കിലും വെള്ളത്തിൽ ചാടിയാൽ മതി എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ചാടിക്കോളാം. നമ്മൾ ഈ കിടക്കുന്ന പായലങ്ങ് തള്ളി വിടും. അതിനകത്ത് മീനുണ്ടാക്കി കിട്ടുമായിരിക്കും വലയിലുടക്കി. ഒരു വലയും കൂടെ ഉണ്ട്. ഇത് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു റൗണ്ട് കൂടി ഇടണം. എന്നിട്ട് വേണം നമ്മുടെ പൈപ്പുണ്ട്, പൈപ്പുണ്ട്, നമ്മൾ കുറുകുറുന്ന് ഇടിച്ചനക്കും. ഇതിൽ ഉടക്കാത്ത മീൻ അത് കിട്ടുമായിരിക്കും. എന്നാ ഇത് ഗ്യാപ്പുള്ളിടത്തോട്ട് തള്ളി വിടാതെ ഇത് മാത്രം ഇവിടെ മതി, ബാക്കി അങ്ങപ്പുറത്ത് ഇങ്ങപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പായൽ മൊത്തം ഇവിടുന്ന് മാറ്റും. എന്നിട്ട് മീനുണ്ടോ എന്ന് നോക്കൂ. തൂളി രണ്ട് കരിമ്പളത്തിൽ അതാരേ ശരി. ഈ പോളയും കൂടെ തള്ളിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തിരിക്കുന്ന വലയിട്ട് തരാൻ പറ്റും. ഇതിനകത്ത് കരിമ്പളത്തിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ ഓടിപ്പോകുന്നൊക്കെ കാണാം, കാല അടിക്കുന്നതൊക്കെ കാണാം. രണ്ട് ചെറുത് തപ്പിയെടുക്കാൻ അറിയാലേ വീഡിയോ ചെയ്തത്. ചെറുതായിട്ട് മുള്ളൊക്കെ കൊണ്ടിട്ടുണ്ട്. ഈ അത്ത് പോയി വടം എടുക്കാണ്.
വേണ്ട, അവിടെ ചെന്ന് നമുക്ക് കുറച്ചങ്ങ് പിടിക്കാം. നമ്മൾ പോളയെല്ലാം തെളിച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമ്മൾ രണ്ടാമത്തെ വലയും കൊണ്ട് ഇടുകയാണ്. നമ്മൾ ഇതിൽ നടക്കുമ്പോഴൊക്കെ കരിമീനൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ടെണ്ണം കിട്ടുകയും ചെയ്തു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നീറ്റാക്കാൻ പോവാം. അതായത് ഈ ചെളിക്കകത്ത് എവിടെയെങ്കിലും കരിമീൻ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാനല്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിനി ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ടേ വന്നിട്ട് വല വലിക്കുന്നുള്ളൂ. ഉടക്കാനുള്ള മൊത്തം മീൻ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഊണെല്ലാം കഴിഞ്ഞ് ഇനി വല വലിച്ചാൽ മതിയാവും. പോയി വലിക്കട്ടെ കേട്ടോ. വീട്ടിൽ പോയാ അയ്യോ ആലോചിക്കാൻ വയ്യല്ലേ. ഇത് കണക്ക് അധ്വാനം ഉണ്ടായിരുന്നേ. എന്തുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം എന്നാ എടുക്കണം? ഇങ്ങോട്ട് ഇടട്ടെ, അതിനകത്തിടുവോ എന്നെങ്കിലേ. ഓ പുളി പിടിക്കാനായിരുന്നെങ്കിൽ ഈ പെടാപ്പാടൊന്നും പെടണ്ടായിരുന്നു അല്ലേ? ഇതാണ് പാണി. ഈ പുറംവലി വലി വരടാ. ഒന്നുമില്ല, ഒന്നുമില്ലടാ. നങ്ക് ചരിത്ര സംഭവമാണല്ലോ, പകല് നങ്ക് കിട്ടുന്നു. അധ്വാനത്തിനുള്ളതൊന്നും ഇല്ലെന്ന് കരുതി എന്തൊക്കെയോ
വലയ്ക്കകത്ത്. ഇതെന്നെ പോയോ ഞാൻ വിചാരിച്ചില്ലേ മുന്നോട്ട് പോയാലോ? ഇരിക്കണ്ടേ? വെള്ളം പുറകോട്ടൊന്ന് വട്ടം കിടന്നാൽ മതിയേ. അങ്ങനെ കഷ്ടപ്പാട് പനം കാണാതെ പോയി. 2 കൂട്ടർക്ക് കറി അവരുടെ വാഹ 2 തൂളി. എൻ്റെ അമ്മ ഈ വള്ളത്തിന് വല ഇറക്കുന്ന പാട്. അപ്പോൾ ഈ സുഹൃത്തുക്കളെ അധ്വാനം ഭയങ്കരമായിരുന്നു. അതിനുള്ള മീൻ കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല. നമ്മളൊരു പരീക്ഷണം നടത്തിയാണ് ചീറ്റി. ഏതായാലും കിട്ടിയ മീൻ കാണിച്ചു തരാം കേട്ടോ. 1-2 വാഹയുണ്ട്, ഒരു വാളയുണ്ട്, ഒരു കരിമീനെ വലയിൽ കിട്ടിയുള്ള 2 എണ്ണം തപ്പിപ്പിടിച്ച്, കുറച്ച് തൂളിയുണ്ട്, 4-5 കുറുവയുണ്ട്. അയ്യോ ചാടിപ്പോയില്ലേ 3/4 കിലോ, ചാടിപ്പോയ 0. പകല് നങ്ക് കിട്ടി കേട്ടോ. കേട്ടാ പകല് നങ്ക് കിട്ടി. അന്ന് വീശിപ്പുറം കിട്ടിയില്ലേ? ആ കരിമീൻ വീശിയ പറഞ്ഞു നങ്കുണ്ടെന്ന് തോന്നുന്നു. നങ്കുണ്ട്. 80 വലയിട്ടാ ചിലപ്പോൾ പോയത്. ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വലയിടാം. ഒഴുകിപ്പോയിട്ട് ഭയങ്കര ഒഴുക്ക്. പെട്ടുപോയാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തടാ. അപ്പം എന്തുമാത്രം കരിമീനാ വലയ്ക്കകത്ത് കിടന്ന് കൂടുതലും പുല്ലും ഒക്കെ ചെയ്ത് എവിടെ പോയോ ആകും. അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. അധ്വാനം വെച്ച് നോക്കുവാണെങ്കിൽ അത് നമ്മുടെ കണക്ക് വെച്ച് പറഞ്ഞാൽ ഈ ഇത്ര അധ്വാനത്തിന് ഒരു 10-25 മീനെങ്കിലും കിട്ടും. അപ്പോൾ ഈ സുഹൃത്തുക്കളെ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. നമുക്ക് നിരാശയൊന്നുമില്ല കേട്ടോ, കാരണം ഒന്നും കൊണ്ട് വിടുന്നില്ല. ഏതാണ്ട് കൂടെ തന്നെ അതുകൊണ്ട് എടുക്കണം. വാഹ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്തോ പരിപാടിയായിട്ട് പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ബെല്ലൈക്കൺ എന്നെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, ഫോളോ ചെയ്താണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത്